ഹലോ. ഹായ്. കുറേ ആയിട്ടൊരു വിവരം ഇല്ലാതിരിക്കുകയാണ് നിങ്ങളെന്ന് എല്ലാവരും പറയണ്ടേനു. ആണോ? എവിടെയാണ് ഇക്കാനെ കാണുന്നില്ലല്ലോ. എനിക്ക് കുറച്ച് ദിവസം ഓട്ടം കിട്ടി, അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു. അതേമാതിരി എല്ലാവരും ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പണി ചോദിച്ചു, എന്താണ് ജോബ്. ഇതാണ് നമ്മളെ ജോലി തന്നെയാണ് ടൂറിസ്റ്റ് ടാക്സി. ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറാണ്. മൂത്ത ഡ്രൈവറാണല്ലക്ക. മൂത്ത ഡ്രൈവർ പറഞ്ഞാല് കുറേ പഴക്കമുള്ള ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ പറയുമ്പോ ഒരുപാട് കാലമായിട്ട് എടുക്കുന്ന പണിയാണ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഡ്രൈവറായിട്ട് കുറെ കാലമായി. അതായത് ഞാൻ കുവൈറ്റില് ജോലി ചെയ്തു, ദുബൈയില് ജോലി ചെയ്തു, ഒക്കെ നിർത്തിയിട്ട് ഇപ്പൊ നാട്ടില് ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ സെറ്റിൽ ചെയ്തു. ദുബായ് എവി ലൈസൻസ്, ദുബൈത്തെ ലൈസൻസ് ഒക്കെ ഉള്ള ആളാ. എവി ലൈസൻസ് അല്ല, ദുബായ് ലൈസൻസ് ഉള്ള ആളാ. കുവൈറ്റ് ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഒക്കെ എക്സ്പയർ ആയിട്ടുണ്ടാവും ഇപ്പൊ. 5-8 കൊല്ലായില്ലേ ഗൾഫ് നിർത്തിയിട്ട്? 8 കൊല്ലായി. ജാച്ചു ചെറിയതാവും. ജാച്ചു 1.5 വയസ്സാവുമ്പോ ഗൾഫ് നിർത്തിയതാ. അപ്പൊ ഇവിടെ തന്നെ സെറ്റില്ല. പിന്നെ ബെൽറ്റ് ഇട്ടിട്ടില്ല അല്ലേ? ഞാനും ഇട്ടിട്ടില്ല. അതൊന്ന് പിടിക്കോ? നമ്മളിപ്പോ കേറിയിട്ടുള്ളൂ, അതിന് മാത്രം സമയമൊന്നും ആയിട്ടില്ലല്ലോ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് അതിനെ ബെൽറ്റ് ഉപയോഗിക്കുക. ഭയങ്കര ചൂടില്ലേ? കുറച്ച് എന്താ പറയാ, ഒന്ന് ഇതായിട്ടേ ഉള്ളൂ. തണുപ്പ് മാറി എന്ന് പറയാൻ മാത്രമായിട്ടില്ല. അപ്പൊ ഇതിന് എന്തൊരു ചൂടാ. ന്യൂസിലുണ്ടായിരുന്നു ഇപ്രാവശ്യം ഭയങ്കര ചൂടായിക്കൊന്ന്. നമ്മളെ വയനാട്ടിൽ ഇങ്ങനെ ചൂടാണെങ്കിൽ അപ്പൊ വേറെയുള്ളടത്തൊക്കെ ഇങ്ങനെ ചൂടുണ്ടാവും. ആണോ? നല്ല ചൂടാ. നമ്മളിന്ന് എങ്ങോട്ടാ പോണേ പറഞ്ഞില്ലല്ലോ. ഞങ്ങള് പോണത് ജാച്ചു രാവിലെ സ്കൂളിൽ പോകുമ്പോ ഒന്ന് ഛർദിച്ചിണ്ടായിരുന്നു. ഇപ്പൊ സ്കൂളിൽ നിന്ന് മിസ് വിളിച്ചു, ഛർദിക്കുന്നുണ്ട്, തല കറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓളെ കൂട്ടണം. ഓളെ കൂട്ടുമ്പോ ജിതുവിനെയും കൂട്ടണം എന്ന് പറഞ്ഞിട്ടാ ജിതു പോയേ. ജിതുവിനെ കൂട്ടണ്ട, അത് കരയോ? അതിന് കൂട്ടിയിട്ട് ഓനെയും കാണിക്കാമല്ലോ ഹോസ്പിറ്റലിൽ. ഓനക്കും 2 ദിവസമായിട്ട് ഛർദി ഉണ്ടായിരുന്നു. ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. എന്തോ ഫുഡിൻ്റെതാ തോന്നുന്നുണ്ട്. ഈ ചൂട് കാരണം ഫുഡ് കഴിക്കുന്നതൊന്നും, വെള്ളം കുടിക്കൂല മര്യാദക്ക്, അതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കും. അപ്പോൾ ഓരെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പം എല്ലാവർക്കും ഉക്കാർക്ക് എന്താ ജോബ് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഒരു മിനിറ്റ്. അപ്പം ഒരാളെ കാണാണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോ കട്ടാക്കിയ. അപ്പം വേറെ എന്തൊക്കെ ഇനി എവിടെയെന്നും കൂടെ ഇപ്പൊ ചോദിക്കും. കുറെ ആൾക്കാർ ചോദിച്ചു എവിടെയാണ് സ്ഥലം ചോദിച്ചു. സ്ഥലം വയനാട്ടില് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരു മിനിറ്റ് കേട്ടോ, കാണിച്ചരാ. ഇതാണ് ഞങ്ങളെ മേപ്പാടിക്ക് പോകുന്ന വഴിയാണ്, റോഡാണിത്. നമ്മളവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മേപ്പാടി ടൗണിലേക്ക്? 8 കിലോമീറ്റർ. തേയിലത്തോട്ടങ്ങളാണ്. 8 കിലോമീറ്റർ ഉണ്ട്. കൊറേ ആൾക്കാർ ചോദിക്കലുണ്ടായിരുന്നു. പറ, നിങ്ങൾ മുണ്ടക്കൈയാണോ ചൂരൽമലയാണോ? മേപ്പാടിന്ന് കുറച്ച് വിട്ടിട്ടാണ്, ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ട്. അമ്പലവയലിനും മേപ്പാടിക്കും നടുക്കെന്ന് പറയല്ലേ? നടുക്കാണ്. അപ്പം അതുമായി. പിന്നെന്താ, എല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ ഒതുക്കാനുള്ള പരിപാടിയല്ല കേട്ടോ. അങ്ങനെ ജസ്റ്റ് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. എല്ലാവരും ചോദിക്കും, നമ്മൾ ഉരുൾപൊട്ടലിന്റെ വീഡിയോ ഒക്കെ ഇട്ടതുകൊണ്ട് നിങ്ങൾ ചൂരൽമല മുണ്ടക്കൈ ഉള്ളതാണോ, ആ ഭാഗത്താണോ താമസം ചോദിക്കും. അല്ല, ആ ഭാഗത്തല്ല. പിന്നെ ഇന്നലെ മിനിയാന്ന് കല്യാണത്തിന് പോയപ്പോൾ മുസ്തഫ ചോദിക്കണ്ടായിരുന്നു, ഈ ചൂരൽമല അല്ലേ താമസം? കുറ്റാടാണെന്ന് അറിയൂല, ചോദിക്കലുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. തലേദിവസം വീഡിയോ ഇട്ടില്ലായിരുന്നോ അതിന്റെ ഉരുൾപൊട്ടിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട്
ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ചോദിക്കലുണ്ട്. അപ്പൊ എന്റെ പെങ്ങളെ വീട് മുണ്ടക്കയിലായിരുന്നു. ഇപ്പൊ ഒരു കാപ്പൻകൊല്ലിയാണ് താമസിക്കുന്നത്. കാപ്പൻകൊല്ലി എന്ന സ്ഥലത്താണ് താമസം. മുണ്ടക്കയിൽ ഇപ്പൊ ആരും താമസിക്കില്ല. അതേപോലെ പിന്നെ മുണ്ടക്കൈക്ക് പോവാൻ പറ്റുമോന്ന് ചോദിച്ചു. മുണ്ടക്കൈക്ക് ഉരുൾമലല്ല, പുത്തുമല. ആ അതാണ് വീടാണ്. ഇതിന്റെ മേലെ കാണുന്നില്ല. ഇനി കുറച്ച് അങ്ങോട്ടാണ് അതിന്റെ വീടുള്ളത്. റോഡിന് കാണില്ല, കാണൂല. ആ ഭാഗത്ത് കാണൂല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. വേറെന്താ? ഈ ചാച്ചുവിനെ സ്കൂളിൽ എത്തിയിട്ട് ബാക്കി കാണിക്കലൊക്കെ. ഓക്കെ. എന്ത് ചാച്ചുവിന് ജിതു ഇവിടെ ഞങ്ങള് ചാച്ചുവിനെയും ജിതുവിനെയും കൂട്ടി. ഇതാ ഇവക്കാണ് തല ഇറങ്ങണെന്ന് പറഞ്ഞ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തല അവിടെ തന്നെ ഉണ്ടല്ലോ ചാച്ചുവിന്റെ. ജിതുവിനെ കാണില്ല. ജിതുവിനെയും കണ്ട് പൊറേ പോവല്ലേ ഇനി? പിന്നെ എവിടുക്ക? പിന്നെ എങ്ങട്ടാ? കോട്ടനാട് ആരുമില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് പോരെ പോവാം. അപ്പം ഞങ്ങൾ ഇനി ചാച്ചുവിനെ ജിതുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കട്ടെ കേട്ടോ. അപ്പം ഹോസ്പിറ്റൽ വീട് ഞങ്ങൾ വേറെ ഒന്നായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ. ബൈ പറ ചാച്ചു. കാണില്ല ചാച്ചുന്ന്. ബൈ ബൈ. ടാറ്റാ.